ഹലോ ഫ്രണ്ട്സ്, എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുക്കിംഗ് ആയിട്ടൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എന്റെ വാഷിംഗ് മെഷീനാണിത്. എന്റെ കിച്ചണിലാണ് ഈ വാഷിംഗ് മെഷീൻ ഉള്ളത്. അതുകൊണ്ട് ചെറിയൊരു സ്ഥല സൗകര്യത്തിന്റെ പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷാർപ്പിന്റെ വാഷിംഗ് മെഷീനാണിത്. ആദ്യം തന്നെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അഴുക്കൊക്കെ കാണിച്ചു തരാം. ഞാൻ മന്ത്ലി ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് വലിയ അഴുക്കൊന്നുമില്ല. എന്നാലും നിങ്ങളുടെ അടുത്തുള്ള ഇതിലിവിടെയൊക്കെ ചെറുതായിട്ടുള്ള അഴുക്ക് കിടക്കുന്നുണ്ട്. ഇവിടെയാണ് സാധാരണ അഴുക്കൊക്കെ ഉണ്ടാവുക. ഞാൻ ക്ലീൻ ചെയ്തതുകൊണ്ട് അധികം അഴുക്കില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. നിങ്ങളുടെ വാഷിംഗ് മെഷീന്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ലവണ്ണം അഴുക്ക് ചിലപ്പോൾ ഉണ്ടാകാം. പിന്നെയുള്ളത് ഈ ട്രേയിലാണ്. സോപ്പ് പൊടിയുടെ അഴുക്കൊക്കെ ഉണ്ടാവും. നമുക്ക് പിന്നെ അത് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിന്റെ ഉൾഭാഗത്ത് ക്ലീൻ ചെയ്യണം. നമ്മൾ ഇടുന്ന സോപ്പിന്റെ ഈ ഭാഗങ്ങൾ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്കിത് അഴിച്ചെടുക്കാം. ഇത് കാണാം, ഇതിന്റെ ഉൾഭാഗത്തൊക്കെ അഴുക്കുണ്ട്. ഇവിടെ അത് ക്ലീൻ ചെയ്യണം. നമുക്ക് ആദ്യം ഈ ട്രേ ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങൾ ഉപയോഗിക്കാതെ ഒരു ബ്രഷ് എടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം വെള്ളത്തിൽ കഴുകുക. എന്നിട്ട് നല്ലവണ്ണം ഉരച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് അതിന്റെ ഉൾഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ട് തന്നെ, ബ്രഷാണ് അതിന്റെ ഉള്ളിലേക്ക് പോവുക. അപ്പോൾ ബ്രഷ് എടുത്തിട്ട് നമുക്ക് അത് ഉരച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു തുണി എടുത്ത് നമുക്ക് ഇതൊക്കെ ഒപ്പിയെടുക്കാം. ആ ഭാഗവും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനാണ്. ഒരു നൈഫ് എടുത്ത് നമുക്കതിനെ ഒന്ന് പുറത്തേക്ക് തള്ളിക്കൊടുക്കാം. ഇതുപോലെ കവർ ഉണ്ടാവും. ഇനി ഇവിടെ ഒരു നോബ് ഉണ്ട്, അത് നമുക്ക് അഴിച്ചു. വെള്ളം വരും. നിങ്ങളൊരു ഇതിലിവിടെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയും, വെള്ളം ഉണ്ടാവും. നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നിക്കൽ ഒരു പാത്രം അടിയിൽ വെക്കുക. ഇതിൽ മൊത്തം അഴുക്ക് കിടക്കുന്നുണ്ട്. ഇതും ക്ലീൻ ചെയ്തെടുക്കുക. അതും കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് മാസത്തിൽ ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് അത്ര അഴുക്കില്ലാതിരിക്കുന്നത്. ഈ ഭാഗവും ഒരു തുണി വെച്ച് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിട്ട് കൊടുക്കുക. നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഇതിന്റെ പുറകുവശത്താണ്. അതിനു മുന്നേ വെള്ളത്തിന്റെ ഇത് ഓഫ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ പിന്നെ മൊത്തം വെള്ളവും പുറത്തേക്ക് വരും. അതിലുള്ള വെള്ളമാണ് ഇപ്പോഴും പുറത്തേക്ക് വരുന്നത്. ഇത് അഴിച്ചു. ഇനി ഇതിന്റെ ഉള്ളില് ഒരു ഫിൽറ്റർ ഉണ്ട്, അത് നമുക്ക് ഇങ്ങെടുക്കണം. ഇതാണ് ഇതിന്റെ ഫിൽറ്റർ. ഇതുകൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സാധാരണ പോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ക്ലീൻ ചെയ്ത ട്രേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗത്ത് ക്ലീൻ ചെയ്യണം. അതിന് ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് ഒരു വിനെഗർ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വിനെഗർ ഒഴിച്ചു കൊടുക്കുക. ക്ലോസ് ചെയ്യുക. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ എവിടെയാണ് സോപ്പ് പൊടി ഇടുന്നത് അവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വിക്ക് വാഷിൽ ഇട്ട് കൊടുത്താൽ മതി. 15 മിനിറ്റ് ആണ് എന്റെ ക്വിക്ക് വാഷിലുള്ളത്. ക്വിക്ക് വാഷിൽ ഇട്ട് കൊടുത്ത് ഓൺ ചെയ്യുക. നമ്മുടെ ഉൾഭാഗവും കൂടെ ഇതിട്ട് കഴുകിയാൽ ക്ലീൻ ആയി കിട്ടും നമുക്ക്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാഷിംഗ് മെഷീന്റെ ഡോർ തുറന്നു നോക്കാം. ആ ഒരു ബാഡ് സ്മെല്ലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറിക്കിട്ടും. ഇതുപോലെ കഴുകിയതിന് ശേഷം അതൊരു ഉണങ്ങിയ തുണിയെടുത്ത് തുടച്ചാൽ നമുക്ക് അവിടെയുള്ള അഴുക്കും നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടും.